അലൈഹിസ്സലാം ഇതാണ് നബി തങ്ങൾ പറഞ്ഞത് ഫില്ലദീ ശതമർ റജുല. ഒരാൾ ആക്ഷേപിച്ചപ്പോ അല്ലദീ അത്താ ഫാഹിഷത്തൻ, ഒരു തെറ്റ് ചെയ്തപ്പോ അയാളെ കുറിച്ച് ആക്ഷേപിച്ചു. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ സ്വഹാബി സദസ്സിലുള്ള ഒരാൾ ആക്ഷേപിച്ചു. സദസ്സിലുള്ള ഒരാള് ഒരു സ്വഹാബിയെ ഒന്നിലധികം തവണ ശിക്ഷിച്ചപ്പോ, ശിക്ഷിക്കേണ്ട രീതിയിൽ തെറ്റ് ചെയ്തപ്പോ ഇയാൾ എന്താ ഇങ്ങനെ മാറാത്തത് എന്ന് ചോദിച്ചിട്ട് ആക്ഷേപിച്ചു. അങ്ങനെ ആക്ഷേപിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യല്ലേ, അങ്ങനെ ആക്ഷേപിക്കല്ലേ. ഫസബറഹു, എന്നിട്ട് പറഞ്ഞു ലാ തകൂനു ഔനൽ ലിശൈത്വാനി അലാ അഖീകും, നിങ്ങളെ സഹോദരനെ നിങ്ങൾ ശൈത്താന് പിടിച്ചിട്ട് കൊടുക്കല്ലേ. ഫബിഹാദാ കുല്ലിഹി യതബയ്യനുൽ ഫർഖു ബൈന അദ്ദവാമി വൽ ഇബ്തിദാഇ. ബന്ധം തുടങ്ങുമ്പോൾ നല്ലവരോട് തുടങ്ങുക, അതേസമയത്ത് ഉള്ള ബന്ധം ഒരാൾ മോശമാകുമ്പോഴേക്കും മുറിക്കണ്ട. ലിഅന്ന മുഖാലത്തത്തുൽ ഫുസാഖി മഹ്ദൂറത്തുൻ, തെറ്റുകാരുടെ കൂടെ പോയിട്ട് കൂടുക എന്ന് പറയുന്നത് സൂക്ഷിക്കേണ്ടതാണ്. മുഖാറഫത്തുൽ അഹ്ബാബി മുഫാറഖത്തുൽ അഹ്ബാബി വൽ ഇഖ്വാനി അയ്ദൻ മഹ്ദൂറത്തുൻ, ബന്ധം മുറിക്കുന്നതും സൂക്ഷിക്കേണ്ടതാണ്. ലൈസ മൻ സലിമ അൻ മുആറളത്തി ഗൈരിഹി കല്ലദീ ലം യസ്ലം. മറ്റൊരാളോട് ഒരു എതിരാകേണ്ടി വരിക എന്ന് പറയുന്നത്, അതായത് ദീനിൽ നിന്ന് രക്ഷപ്പെട്ടവനും അതുപോലെ രക്ഷപ്പെടാത്ത ഒരാളോട് എതിരാവുക എന്ന് പറയുന്നത് ഒരുപോലെയല്ല. വഫിൽ ഇബ്തിദാഇ ഖദ് സലിമ, തുടക്കത്തിലാണെങ്കിലും ഒക്കെ കുഴപ്പമില്ല, ബന്ധം തുടങ്ങണ്ട. അതേസമയത്ത് ഫറഅയ്ന അന്നൽ മുഹാജറത വത്തബാഉദ വൽ ഔലാ, തുടക്കത്തിലാണെങ്കിൽ അവിടെ അകന്നു നിൽക്കാം, അതാണ് ഏറ്റവും നല്ലത്. വഫിദ് ദവാമി തആറുദൻ, അതായത് ബന്ധം ഇങ്ങനെ തുടർന്ന് വരുന്നിടത്താണെങ്കിൽ അവിടെ രണ്ടു വിഷയം വരുന്നുണ്ടല്ലോ. ഫക്കാനൽ വഫാഉ ബിഹഖിൽ ഉഖുവത്തി ഔലാ, അവിടെ നമ്മളെ കടപ്പാട് വീട്ടി അവനെ നന്നാക്കി എടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അതാ കുല്ലുഹു ഫീ സല്ലത്തിഹി ഫീ ദീനിഹി, ഇപ്പറഞ്ഞതൊക്കെ എവിടെയാണെന്നറിയോ, ദീനിലൊരു കുഴപ്പമുണ്ടെങ്കിലാണ്. എന്നാൽ പലരും തെറ്റൽ എവിടെയാ, ആ നമ്മളോട് അവൻ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോഴാണ്. അമ്മാ സല്ലത്തുഹു ഫീ ഹഖ്ഖിഹി ബിമാ യൂജിബു ഇഹാഷഹു, അവനൊരു മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യം ചെയ്തതിന്റെ പേരിലാകുമ്പോ അവിടെ ഫലാ ഖിലാഫ ഫീ അന്നൽ ഔലാ അൽ അഫു വൽ ഇഹ്തിമാൽ, അവിടെ പുറത്തു കൊടുക്കുകയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൽ ഒരു സംശയമില്ല. ബൽ കുല്ലു മാ യഹ്തമിലു തൻസീലുഹു അലാ വജ്ഹിൻ ഹസനിൻ വയതസവ്വറു തംഹീദു ഉദ്രിൻ ഫീഹി, ഒരു സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് നല്ല രീതിയിൽ സഹിക്കുക എന്ന് പറയുന്നത്, അതുപോലെ ഉദിർ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഖരീബുൻ അം ബഈദുൻ ഫഹുവ വാജിബുൻ, അതെന്തായാലും അതാ ചെയ്യേണ്ടത്. ബിഹഖിൽ ഉഖുവത്തി, സൗഹൃദ ബന്ധത്തിൽ അതാണ് ചെയ്യേണ്ടത്. ഫഖദ് ഖീല യംബഗി അൻ തസ്തംബിത ലിസല്ലത്തി അഖീക 70 ഉദ്റൻ, ഒരാൾക്കൊരു നിന്നോട് എന്തെങ്കിലും ഒരു അപാകത ചെയ്തു പോയാൽ ഒരു 70 കാരണം കണ്ടെത്തണം. ഫൈലം യഖ്ബൽഹു ഖൽബുക, നിന്റെ മനസ്സതൊന്നും അംഗീകരിക്കുന്നില്ലെങ്കിൽ ഫറുദ്ദൽ ലൗമ അലാ നഫ്സിക, നീ നിന്റെ നഫ്സിനെ ആക്ഷേപിക്കും. എന്നിട്ട് ഫതഖൂലു, നീ പറലി ഖൽബിക, നിന്റെ മനസ്സിനോട്, മാ അഖ്സാക, നീ എന്താ ഇങ്ങനെ കടുത്തുപോയത്. യഅ്തദിറുയിലൈക അഖൂക 70 ഉദ്റൻ ഫലാ തഖ്ബൽഹു, അയാൾക്ക് 70 കാരണം പറഞ്ഞപ്പെട്ടിട്ട് നീ സ്വീകരിക്കാത്തത് എന്താ? അയാളല്ല കാരണം പറഞ്ഞ, നമ്മളാ. ഫഅൻതൽ മഈബുല അഖൂക, നീ മോശാട്ടോ, വളരെ മോശമാണ്. മനസ്സിനോട് നമ്മൾ പറയാ, സഹോദരനല്ല മോശം, നീയാണ് മോശം, ഈ കാരണം പറഞ്ഞിട്ടൊന്നും നിനക്ക് പറ്റുന്നില്ലല്ലോ. ഫൈൻ ലഹറ ബിഹൈസു ലം യഖ്ബൽ അത്തഹ്സീന, അതൊന്ന് നേരെയാക്കി എടുക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായാൽ ഫയംബഗി അല്ലാ തഗ്ളബ ഇൻ ഖദർത, ദേഷ്യപ്പെടണ്ട, അയാളോട് ദേഷ്യപ്പെടണ്ട. വലാകിൻ ദാലിക ലാ യുംകിൻ, ചിലപ്പോ അത് പറ്റാതിരുന്നേക്കാം. അത് കാല ശാഫിഈ റഹിമഹുല്ലാഹ്, ശാഫിഈ ഇമാമൊക്കെ പറഞ്ഞിട്ടുണ്ട്, മനിസ്തുഗ്ളിബ ഫലം യഗ്ളബ് ഫഹുവ ഹിമാർ, ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെടാതിരിക്കുന്നവൻ, ദേഷ്യം വരാതിരിക്കുന്നവൻ ഹിമാറാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മനിസ്തുർലിയ ഫലം യഗ്ളബ് ഫഹുവ ശൈത്വാൻ, ഒരാള്
പൊരുത്തപ്പെടണേ എന്ന് പറഞ്ഞിട്ട് പൊരുത്തപ്പെടാത്തവൻ ഷെയ്ത്താനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫലാത്തക്കുൻ ഹിമാറം വല ഷെയ്ത്താൻ. അതുകൊണ്ട് ഹിമാറ് വേണ്ട, ഷെയ്ത്താനും ആകണ്ട. ദേഷ്യം വന്നോട്ടെ, പക്ഷെ ആ ദേഷ്യത്തിന്റെ പേരിൽ നീ അതിരുവിടണ്ട. അതേ സമയത്ത് പുറത്തു കൊടുക്കാതിരിക്കുകയും വേണ്ട. വസ്തർലി ഖൽബക ബിനഫ്സിക നിയാബത്തൻ അൻ അഖീക. നിന്റെ നഫ്സിന് വേണ്ടി, നിന്റെ സുഹൃത്തിന് വേണ്ടി നിന്നോട് നീ തന്നെ പൊരുത്തപ്പെടാൻ പറയാ. നീ പൊരുത്തപ്പെട്ടു കൊടുക്ക്, അല്ലെ പൊരുത്തപ്പെട്ട് തരണം എന്ന് പറയാ. അങ്ങനെ ചെയ്യാ. വഹ്തരിസ് അൻ തകൂന ഷൈത്താനൻ. നീ ഷൈത്താനും ആകണ്ട. ഇല്ലം തഖ്ബൽ. നീ സ്വീകരിക്കാതെ ഇരുന്നാൽ നീ ഷൈത്താനല്ലേ. ഫലാ തകുൻ ഹിമാറൻ വലാ ഷൈത്താൻ. വഖാല അൽ അഹ്നഫ് ഹഖ്ഖു സ്വദീഖി അൻ തഹ്തമില മിൻഹു സലാസൻ. 3 കാര്യം പുറത്തു കൊടുക്കണം. ഗുൽമുൽ ഗളബി. ദേഷ്യം വന്നാൽ അതൊരു ഗുൽമാണ്. ദേഷ്യപ്പെടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ അത് പുറത്തു കൊടുക്കണം. അതുൽമുദ്ദാലത്തി. അതുപോലെ പറയേണ്ട കാര്യം പറയാതിരുന്നാലുള്ള പ്രയാസം. അതുൽമുൽ ഹഫുവത്തി. തെറ്റ് ചെയ്താലുള്ള പ്രയാസം, അപാകത വന്നു പോയാലുള്ള, ഇതൊക്കെ പുറത്തു കൊടുക്കും. വഖാല ആഖറു. ചില മഹാന്മാർ പറഞ്ഞത് കാണാം, മാ ശത്തംതു അഹദൻ ഖത്തു. ഞാൻ ആരെ ആക്ഷേപിച്ചിട്ടുണ്ട്? ലിഅന്നഹു ഇൻ ശതമനി കരീമുൻ ഫഅന അഹഖു മിൻ ഗഫരിഹാ ലഹു. കാരണം ഒരു നല്ല മനുഷ്യനെ എന്നെ ചീത്ത വിളിച്ചതെങ്കിൽ ഞാൻ അയാൾക്ക് പുറത്തു കൊടുക്കാൻ അർഹനാണ്. ഫലാ അജാലു ഇർളി ലഹു ഖറദൻ. ഞാന് അയാളെ എന്റെ അഭിമാനം അയാളുടെ ഖറദാക്കി മാറ്റുന്നില്ല. തമസൽ. എന്നിട്ട് ഉദാഹരണം പറഞ്ഞത് വഗ്ഫീറു ഔറ അൽ കരീമി ഇദ്ഖാറഹു വഅരീദു അൻ സത്മിൽ ലഈമി തകർറുമാ. നല്ല മനുഷ്യന്മാരെ അവരുടെ ഒരു ന്യൂനത അദ്ദേഹം പുറത്തു കൊടുക്കുന്നതാണ് സൂക്ഷിച്ചു വെക്കുന്നതിനേക്കാൾ നല്ലത്. മോശക്കാരനായ ഒരാളുടെ ആക്ഷേപത്തെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതാണ് ഡീസന്റ്. വഖദ് ഖീല ഖുദ് മിൻ ഖലീലിക മാ സഫ വദഇ അല്ലദീ ഫീഹിൽ ഖദർ. വ്യക്തമായ കാര്യം, വളരെ നല്ല കാര്യങ്ങൾ നീ എടുക്കുക, മോശമായ കാര്യങ്ങൾ, കൂട്ടുകാരനിൽ നിന്ന് കണ്ട നല്ല കാര്യങ്ങൾ സ്വീകരിക്കുക, മോശമായ കാര്യം ഉപേക്ഷിച്ചേക്ക്. ഫൽ ഉംറു അഖ്സറു മിൻ തബ്ബത്തുൽ ഖലീലി അലൽ ഗൈർ. അവിടെ ആയുസ് വളരെ ചുരുക്കമാണ്. അത് ആയുസ് കുറേ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് സുഹൃത്തുക്കൾക്ക് അവരുടെ ആക്ഷേപമൊക്കെ എന്ത് ചെയ്തു കൊടുക്കുക, വിട്ടുകൊടുക്കൂ. ഒരു സുഹൃത്ത് ക്ഷമാപണം നടത്തിയാൽ അത് കളവ് പറഞ്ഞതാണ്, എന്നാലും ആ ഉദർ സ്വീകരിച്ച് പുറത്തു കൊടുക്കുക. ഖാല അലൈഹിസ്സലാം നബിതങ്ങൾ പറഞ്ഞതാണ്, മനിയത്തറയിലേഹി അഹൂഹു. ഒരാള് ഒരു സോറി പറഞ്ഞിട്ട് ഫലം യഖ്ബൽ ഉദ്റഹു, ആ സോറി സ്വീകരിച്ചില്ല, ഫഅലൈഹി മിസ്ലു ഇസ്മി സ്വാഹിബിൽ മഖ്സി. അതൊരു ചതിയവനെ പോലെയാണ്. സോറി പറഞ്ഞിട്ട് സ്വീകരിക്കാത്തവന് ചതിക്കുന്നതിന്റെ കുറ്റമാണ്. വഖാല അലൈഹിസ്സലാം നബിതങ്ങൾ പറഞ്ഞാൽ മുഅ്മിനു സരീഉൽ ഗളബ് സരീഉർ റിള. നല്ല വിശ്വാസിയായ മനുഷ്യൻ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ചെയ്യും, പെട്ടെന്ന് പൊരുത്തപ്പെടുകയും ചെയ്യും. ഫലം യസിഫുഹു ബി അന്നഹു ലാ യഗ്ളബ്. നിങ്ങൾ ദേഷ്യം പിടിക്കൂല എന്ന് പറഞ്ഞില്ല. കദാലിക ഖാല അല്ലാഹു തആല. അല്ലാഹു തആല പറഞ്ഞു അങ്ങനെ തന്നെ, വൽ കാളിമീനൽ ഗൈള. ദേഷ്യം പിടിച്ചു വെക്കുന്നവരാ പറഞ്ഞ, ദേഷ്യം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. ദേഷ്യം ഉണ്ടായിട്ട് ആ ദേഷ്യത്തെ കൽമ ചെയ്യും, അതാണ് ശരി. ഫലം യഖുൽ വൽ ഫാഖിദീനൽ ഗൈള. ദേഷ്യം ഇല്ലാത്തവര് എന്നല്ല പറഞ്ഞത്. ദേഷ്യം വന്നാൽ അതങ്ങ് അവർ ഒതുക്കിക്കളയും. വഹാദാ ലിഅന്നൽ ആദത ലാ തൻതഹി ഇലാ അൻ യുജറഹൽ ഇൻസാനു ഫലാ യതഅല്ലമ. മനുഷ്യനെ മുറിവേൽപ്പിച്ചാൽ വേദനിക്കും. വേദനിക്കൂല എന്ന് പറയുന്നത് ശരിയല്ല, വേദനിക്കും. ബൽ തൻതഹി ഇലാ അൻ യസ്ബിറ അലൈഹി വയഹ്തമിൽ. അയാൾ എന്ത് ചെയ്ത് ക്ഷമിക്കും. വകമാ അന്ന തഅല്ലുമ ബിൽ ജുർഹി. ആ വേദന, മുറിവ് പറ്റിയാൽ വേദനിക്കുക എന്ന് പറയുന്നത് മുഖ്തള തുബാഇ ബദൽ, തുബാഇൽ ബദൻ, ഇത് ശരീരത്തിന്റെ പ്രകൃതമാണ്. ഫതഅല്ലുമു ബി അസ്ബാബിൽ ഗളബി തുബാഉൽ ഖൽബി. ദേഷ്യം കാരണം വേദന ഉണ്ടാവുക എന്ന് പറയുന്നത് മനസ്സിനുള്ളതാണ്. വലാ യുംകിനു ഖൽഉഹു. അതില്ലാതിരിക്കാൻ പറ്റൂല. വലാകിൻ യുംകിനു ലബ്തുഹു. അതിനെ കൺട്രോൾ ചെയ്യാം. വഖൽമുഹു. അതിനെ ഒതുക്കാം. വൽ അമലു ബി ഖിലാഫി മുഖ്തളാഹു. സാഹചര്യത്തിന് എതിരായിട്ട് പ്രവർത്തിച്ചിട്ട് നല്ല ആളാകാം. സാഹചര്യം എന്താ? തിരിച്ചൊന്നു കൊടുക്കുക, ചീത്ത വിളിക്കുക, അതിനെതിരെ ചെയ്യാം, നല്ല ഡീസന്റ് ആയിട്ട് പെരുമാറും. ഫൈനഹു യഖ്തളി തശഫി.
പുറത്തു കൊടുക്കുക, വൽ ഇന്തിഖാമു വൽ അത്തഷഫി വൽ ഇന്തിഖാമി വൽ മുക്കാഫത്തി, തിരിച്ച് അതുപോലെ തന്നെ കൊടുക്കുക എന്നുള്ളതാണ് സാഹചര്യം. അപ്പൊ തെർക്കുൽ അമലി ബി മുഖത്തല്ലാഹു മുംകിൻ, സാഹചര്യത്തിനനുസരിച്ച് ചെയ്യാതെ നന്നാവുക എന്നത് അതിന് സാധ്യതയുണ്ട്, അതാണ് നല്ലത്. ഫഖദ് ഖാല ശായിറു, കവി പറഞ്ഞത് കാണാം, ഫലസ്തു ബിമുസ്തബിഖിൻ അഖൻ ലാ തലുമ്മുഹു അലാ സഅത്തിൻ നയ്യുർ റിജാലിൽ മുഹദ്ദബു. അബദ്ധം വന്നു പോയവന് ഞാന് എന്ത് ചെയ്യൂല, അവന്റെ അടുത്ത് വന്ന അബദ്ധത്തിനൊന്നും പിന്നാലെ കൂടൂല. കാരണം ആരാ നല്ല മനുഷ്യൻ എന്നൊക്കെ എങ്ങനെയാ പറയാ, പുറത്തു കൊടുക്കുന്ന നല്ലത്. ഖാല അബൂ സുലൈമാൻ ഉദ്ദറാനി ലി അഹ്മദ് ബിൻ അബിൽ ഹവാരി, പറഞ്ഞു, സുലൈമാൻ ഉദ്ദറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഹ്മദ് ബിൻ അബിൽ ഹവാരിയോട് പറഞ്ഞു, ഇദാ വാഖൈത അഹദൻ ഫി ഹാദ സമാനി, നിങ്ങൾ ഈ കാലത്ത് ഒരാളോട് ഒരു നല്ല സൗഹൃദം സ്ഥാപിച്ചാൽ, ഫലാ തുആതിബുഹു അലാ മാ തക്റഹു, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം കാണുമ്പോഴേക്കൊക്കെ ആക്ഷേപിക്കരുത് കേട്ടോ. ഫഇന്നക ലാ തഅ്മനു മിൻ അൻ തറാ ഫി ജവാബിക മാ ഹുവ ശർറുൻ മിനൽ അവ്വൽ, നിങ്ങൾ ഈ തെറ്റ് ചെയ്തിട്ട് അതിന് നിങ്ങൾ മറുപടി പറഞ്ഞാൽ ആ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയത് നിങ്ങളുടെ ഈ സംസാരമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അതിനെതിരെ സംസാരിക്കണം. കാല ഫജറബ്തുഹു ഫവജദ്തുഹു കദാലിക, ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ, അതാണ് ശരിയെന്ന് എന്റെ ജീവിതത്തിൽ അനുഭവമായി. കാല ബഅ്ദുഹും, അതൊരു വലിയൊരു ആശയാണ്. എന്താ, ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതും കൂടി വായിച്ചിട്ട് പറയാം. وقال بعضهم الصبر مضض الأخ خير من معاتبته. ഒരാൾക്കൊരു അബദ്ധം പറ്റിയിട്ട് അതിന് ക്ഷമിക്കുന്നത് അയാൾ ആക്ഷേപിക്കുന്നതിനേക്കാൾ നല്ലത്. വൽ മുആതബത്തു ഖൈറും മിനൽ ഖതിയത്തി, ഇനി അഥവാ അയാളെ ആക്ഷേപിക്കേണ്ടി വന്നാൽ ബന്ധം മുറിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. വൽ ഖതിയത്തു ഖൈറും മിനൽ വഖിയത്തി, ആ ചെറുപോയി വീഴുന്നാണെങ്കിൽ ബന്ധം മുറിക്കുന്നതാണ് അതിനേക്കാൾ നല്ലത്. وينبغي أن لا يبالغ في البغضة عند الوقيعة, ഈ സംഭവം അതിലേക്ക് ചെന്ന് വീണുപോകുമെന്ന് കണ്ടാൽ എന്ത് ചെയ്യരുത്, അയാളോട് ഭയങ്കര കോപം വേണ്ട, മാറിയ മതി. കോപിച്ചിട്ട് മുറിയണ്ട, അയാളോട് തൽക്കാലം ഒന്ന് മാറി നിന്നാ മതി. ഖാല തആല, ഖുർആനിൽ കാണാം, അസല്ലാഹു അൻ യജഅല ബൈനക്കും വബൈനൽ ലദീന ആദൈതും മിൻഹും മവദ്ദ, അള്ളാഹു നിങ്ങളുടെയും ശത്രുതയുള്ളവരുടെയും ഇടയിൽ പിന്നീട് സ്നേഹം തന്നേക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, ബന്ധം മുറിക്കുമ്പോ ഒരു ദേഷ്യമില്ലാതെ ബന്ധം മുറിക്കാൻ ശ്രമിക്കും. സൂറത്തുൽ മുംതഹിന. ഖാല അലൈഹിസ്സലാം, അഹ്ബിബ് ഹബീബക ഹൗനൻ മാ അസാ അൻ യകൂന ബഗീദക യൗമൻ മാ. ഹൗനം, ഹൗനമ്മ, അതെ, അതായത് നിന്റെ സുഹൃത്തിനോട് എന്ത് ചെയ്യാം, വളരെ നല്ല രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കുക. കാരണം സ്നേഹം പ്രകടിപ്പിക്കുന്ന സമയത്ത് മിതത്വം പാലിക്കുക. കാരണം ഒരു ദിവസം അവന്റെ ശത്രുവായേക്കാം. എന്നാൽ അബ്ഗിദ് ബഗീദക ഹൗനമ്മ, നിന്റെ ഒരു ശത്രുവിനോട് നീ ദേഷ്യം പ്രകടിപ്പിക്കുമ്പോ ഒരു മീഡിയം ലെവലിൽ മതി. അസാ യകൂന ഹബീബക യൗമമ്മ, ഒരു ദിവസം അവൻ നിന്റെ സുഹൃത്തായേക്കാം. കാണുന്നത് കടിച്ചു കീറിയ മനുഷ്യന്മാര് പിറ്റേന്ന് സുഹൃത്തുക്കളാകുന്നത്. അതുകൊണ്ട് ഓവർ ആക്കണം, ഒരു നല്ല കൗലാണ്. വഖാല ഉമർ റളിയല്ലാഹു അൻഹു ലാ യകുൻ ഹിബ്ബുക കലഫൻ വലാ ബുഗ്ദുക തലഫൻ. ഹുബ്ബുക കലഫൻ വലാ ബുഗ്ദുക തലഫൻ, സ്നേഹിക്കുമ്പോഴേക്ക് നക്കിക്കൊല്ലുന്നവനാകാതിരിക്കുക, ദേഷ്യപ്പെടുന്നാൽ ഞെക്കിക്കൊല്ലുന്നവനാകാതിരിക്കുക. ഇത് ശ്രദ്ധിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു കൗലാണ്. വഹുവ അൻ തുഹിബ്ബ തലഫ സ്വഹബിക മാ ഹലാകിക. അതെന്താണ്, ഒരു സുഹൃത്ത് ഉണ്ടാകുമ്പോഴേക്ക് ആ സുഹൃത്തിന് വേണ്ടി നീ അങ്ങ് നശിച്ചു പോകരുത്, ഇല്ലാതായി പോകരുത്. അങ്ങനെ ആണ് സൗഹൃദ ബന്ധം സ്ഥാപിക്കേണ്ടത്. അതാണ് ഉമർ റളിയല്ലാഹുവിന്റെ വാക്ക്. ആ വാക്കിലൊക്കെ ഒരുപാട് പാഠങ്ങളുള്ള വാക്കുകൾ, മാഷാ അല്ലാഹ്, ഒരുപാട് സൂക്ഷിക്കേണ്ട വാക്കുകൾ. ഒരു സൗഹൃദ ബന്ധം ഉണ്ടാകുമ്പോഴേക്ക് നമ്മളെ ആഖിറം നശിപ്പിക്കുന്ന, നമ്മളെ ദുനിയാവ് നശിപ്പിക്കുന്നതാകരുത്. അതുപോലെ സൗഹൃദം ഉണ്ടാകുമ്പോഴേക്ക് ഓവറായിട്ടുള്ള ബന്ധം ഉണ്ടാകും,
ശത്രുത ഉണ്ടാകുമ്പോ അങ്ങനെ തന്നെ. ശത്രുത ഉണ്ടായാൽ അയാളുടെ ശത്രുത പറഞ്ഞ് അതിന്റെ പിന്നാലെ കൂടി നമ്മളെ ദുനിയാവും നശിപ്പിച്ച് ആഖിറവും നശിപ്പിക്കുന്ന രീതിയിൽ വിരോധം കൊണ്ട് നടക്കുക. അയാളെ തൽക്കാലം പാട്ടിന് വിട്ടിട്ട് നമ്മൾ എന്തെങ്കിലും ഹൈറ് ചെയ്യണം, അതിന്റെ പിന്നാലെ പോകണ്ട, പുറത്തു കൊടുക്കുക. നമ്മൾ പലപ്പോഴും ഫോർഗിവ്നെസ് തെറാപ്പിയും ഒക്കെ പറയാറുണ്ട്. നല്ല പരിശീലനങ്ങളാണ്, നല്ല നല്ല പരിശീലനങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുകയൊക്കെ ചെയ്യട്ടെ, നമുക്ക് സംസാരിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഒരു തികഞ്ഞ ആള് എന്നുള്ളവർക്ക് നിങ്ങൾക്കൊക്കെ സംശയം ചോദിക്കാം, അങ്ങനെയല്ല. മറിച്ച് നമുക്ക് പരസ്പരം അറിയാവുന്ന കാര്യങ്ങൾ പറയുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏതായാലും ഒന്ന് രണ്ടാഴ്ച നമുക്ക് ലൈവ് ഉണ്ടെങ്കിലും ലൈവ് റെക്കോർഡിലേക്ക് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് റെക്കോർഡിലേക്ക് തന്നെ ഇട്ട് ഭാഗങ്ങളൊക്കെ പൂർത്തീകരിച്ചത്. ഒരുപാട് മനസ്സിലാക്കാനുള്ള, ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന, പ്രത്യേകിച്ച് അഹ്ലുൽ ഇൽമിന്റെ ഇടയിൽ പോലും ആവശ്യമുള്ള ഒരു മാറ്ററാണ് ഈ ഒരു മാറ്റർ. ഇതില്ലാതിരിക്കുമ്പോൾ ബന്ധങ്ങൾ തകർന്നു പോവുക, ഒരുപാട് ഹൈറായ വിഷയങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ കാണാറുണ്ട്. തിരുത്തുന്നത് പോലും എങ്ങനെയാകണം എന്നതിന് കൃത്യമായ മാനദണ്ഡം പഠിപ്പിക്കപ്പെട്ടതാണ് ഇതിൽ. മാഷാ അല്ലാഹ്. ഇപ്പോ വളരെയേറെ ഉപകാരപ്രദമായ ഭാഗങ്ങൾ. സൗഹൃദ ബന്ധം സ്ഥാപിക്കുമ്പോൾ തുടങ്ങേണ്ടത് എങ്ങനെ, തുടങ്ങിയാൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെ. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഹക്ക് സാദിസ് പറയാനുള്ളത് അവരുടെ ജീവിതകാലത്തും മരണശേഷവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം വിശദീകരിക്കുന്നുണ്ട്. ഒരു 6-ാമത്തെ കാര്യം. 7-ാമത്തത് അവർക്ക് ഇവരുടെ കടപ്പാടുകൾ വീട്ടലും ഇഖ്ലാസും. 8-ാമത്തത് അവരെ ഒന്ന് സോഫ്റ്റ് ആക്കുക, അതുപോലെ തഖ്ഫീഫ്, തർക്കു തകല്ലുഫ് തക്ലീഫ്, അല്ലാതെ കഠിനമാക്കാതിരിക്കുക. ഇത്രയും ഹക്കുകൾ അതില് വളരെ ഭംഗിയായി ചർച്ച ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ അവസാന ഭാഗത്ത് അതിന്റെ ഖാത്തിമത്ത്, അതിലെന്തൊക്കെയാണുള്ളത്? ഉശറത്ത്, മുജാലസത്ത്, കൂടിയിരിക്കുക, കൂടി ജീവിക്കുക, ഇതിന്റെ ആദാബ് മൊത്തത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് അവസാന ഭാഗം ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞാൽ പിന്നീട് ഹക്കുൽ മുസ്ലിം, അതുപോലെ കുടുംബ ബന്ധം, അയൽവാസി ബന്ധം, നമ്മുടെ കീഴിൽ ഒരാൾ ജോലി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത്, അവരെ കൂടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ പറയുന്ന നല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തരത്തിൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്ന, പഠിക്കാൻ മാത്രം ഉള്ള, ജീവിതത്തിൽ വലിയ മനസ്സമാധാനം ഉണ്ടാക്കി തരുന്ന ഭാഗങ്ങളാണ്. ഒന്നുമില്ല, ഒരുപാട് നമുക്ക് പഠിക്കാൻ ഉപകാരപ്പെടുന്ന വാക്കുകളും ഉപയോഗപ്പെടുത്താൻ പറ്റിയ നല്ല ആദർശം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വെള്ളിയാഴ്ച ദിവസം ഇത്തരം ഒരു ഖൈറിന് വേണ്ടി സമയം ചെലവഴിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അള്ളാഹു അവൻ പൊരുത്തപ്പെട്ട അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. اللهم اجعل الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم اجعلنا من عبادك الصالحين. اللهم اغفر لنا وارحمنا. اللهم ادخلنا في دار جنتك. اللهم أعذنا من عذابك. اللهم إنا نسألك الجنة وما قرب إليها من قول وعمل، نعوذ بك من النار وما قرب إليها من قول وعمل. اللهم اجعلنا من عبادك الصالحين، ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان. اللهم وفقنا لجميع الخيرات. اللهم اجعلنا من عبادك المخلصين. اللهم ارحمنا واحفظنا من جميع البلايا والأمراض والشرور. اللهم اشفنا واشف مرضانا. اللهم ارحمنا وارحم موتانا. اللهم كن لنا ناصرا ومعينا.
അർഹമുർറഹീമായ റബ്ബേ, ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്, പൊറുക്കണേ റഹ്മാൻ. ഒരുപാട് പ്രിയപ്പെട്ടവർ, ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് പലരും 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 ഉണ്ട്. ഞങ്ങളെല്ലാരെയും നീ സഹായിക്കണേ റഹ്മാൻ. നല്ല വഴികളൊക്കെ തുറന്നു തരണേ പടച്ചോനെ, ഞങ്ങളെ വഷളാക്കരുതേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم. ربنا تب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم.